ഷോണും നിദ്രയും മുറിയിലേക്ക് വന്നതും സാറ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ഷോൺ കാര്യം തിരക്കിയപ്പോൾ ഡാനിയലാണ് സാറയുടെ അമ്മച്ചി വീണ കാര്യം പറയുന്നത്. സാറയുടെ കരച്ചിലും നിലവിളിയും കണ്ടതും ഷോണും ഡാനിയലും കൂടി ഒരുവിധം സമാധാനിപ്പിച്ചു. തനിക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്നും അമ്മച്ചിയെ കാണണമെന്നും പറഞ്ഞു സാറ തൻ്റെ കരച്ചിൽ തുടർന്നു. ഞങ്ങൾ പോയിക്കോളാം, നിങ്ങൾ ചെല്ലു മക്കളെ എന്നും പറഞ്ഞ് ഡാനിയൽ നൈസായിട്ട് ഷോണിനെയും നിദ്രയും ഹണിമൂണിന് പറഞ്ഞു വിടാൻ നോക്കി. അന്നേരം സാറ ഡാനിയലിന് നോക്കിയൊരു നോട്ടം ഉണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ അമ്മച്ചി വീണ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങളിവരെ ഹണിമൂണിന് പറഞ്ഞു വിടുമോ? സാറയുടെ അന്നേരത്തെ ചോദ്യം കേട്ട് ഡാനിയൽ മറുപടി പറയാതെ മൗനം പാലിച്ചു. ഷോൺ, നിനക്ക് വല്യമ്മച്ചിയാണോ വലുത് അതോ ഹണിമൂണാണോ? സാർ ഷോണിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ ഷോൺ താൻ കൂടി ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. തങ്ങളെ 7 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാനായിരുന്നു കരുതിയിരുന്നത്. ഇപ്പോൾ 5 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് കരുതി ഷോൺ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഇറങ്ങി. 7 മണിക്ക് മുൻപ് ഞാൻ തിരിച്ചെത്തും, നീ റെഡിയായി നിന്നു എന്നും നിദ്രയോട് പറഞ്ഞുകൊണ്ട് ഷോൺ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നിദ്രയ്ക്ക് കൂട്ടായി വീട്ടിലെ റബേക്ക ഉണ്ടായിരുന്നു. ഷോൺ വണ്ടി വേഗത്തിൽ വിട്ടു. ഹോസ്പിറ്റലിൽ എത്തിയതും വല്യമ്മച്ചിക്ക് കാര്യമായ കുഴപ്പമില്ലെന്നും ഇടത് കൈയിൽ ഒരു പൊട്ടലുള്ളതിനാൽ പ്ലാസ്റ്റർ ഇട്ട് ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുവാണെന്ന് അറിഞ്ഞതും ആശ്വാസത്തോടെ ഡാനിയലും ഷോണും ദൈവത്തിനോട് നന്ദി പറഞ്ഞു. വല്യമ്മച്ചിയെ കണ്ട് ഡോക്ടേഴ്സിനോടൊക്കെയും സംസാരിച്ച് ഷോൺ പപ്പിയോടും മമ്മിയോടും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങി. അതിനിടയിൽ വീട്ടിൽ നിന്ന് റബേക്ക വിളിച്ചു. വല്യമ്മച്ചിക്ക് കുഴപ്പമില്ലെന്നും താനിപ്പോൾ വരുമെന്നും നിദ്രയോട് കൂടി പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് ഷോൺ കോൾ അവസാനിപ്പിച്ചു. അമ്മച്ചിയുടെ വീഴ്ചയിൽ പിടിച്ച് ഹണിമൂൺ മുടക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു സാറ. അത് ഫ്ലോപ്പായതും സാറയുടെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. ഷോൺ അവിടെ നിൽക്കെ തന്നെ സാറ ബോധം മറഞ്ഞ് തറയിലേക്ക് വീഴുന്നു. വീഴ്ച കണ്ട് ഷോണും ഡാനിയലും സാറയുടെ 5 ആങ്ങളമാരും എല്ലാവരും ചുറ്റും കൂടി. വീഴ്ചയിൽ അത്രയും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നിയില്ല. എന്തിന്, ഷോണിന് പോലും. സാറയെ കാഷ്വാലിറ്റിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി. അന്നേരം മറ്റ് ഡോക്ടേഴ്സിനൊപ്പം ഷോൺ ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റിയില്ലെങ്കിലും സാറയ്ക്ക് എവിടെയൊക്കെയോ വേദന ഉണ്ടായിരുന്നു. രോഗനിർണയത്തിന് വേണ്ടി ചില ടെസ്റ്റുകളൊക്കെ നടത്തി റിപ്പോർട്ടിനായി കാത്തിരുന്നു. ഈ നേരത്ത് ഷോൺ പോയാലോ എന്ന് ഭയന്ന് സാറ ഷോണിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു കണ്ണുനീർ വരുത്തി. മോൻ മമ്മിയെ വിട്ട് പോവില്ലടാ. ഒരു പക്ഷേ മോൻ തിരിച്ചു വരുമ്പോൾ മമ്മി ജീവനോടെ ഇല്ലെങ്കിലോ? മരിക്കുമ്പോൾ എൻ്റെ മോൻ എൻ്റെ അരികിൽ തന്നെ വേണം. അജാതി ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആയിരുന്നു സാറയുടേത്. സാറയുടെ സംസാരവും പെരുമാറ്റവും കരച്ചിലും ഷോണിൽ നേരിയ സംശയം ഉണർത്തി. അവൻ മറുപടി പറയാതെ മൗനം പാലിച്ചു. അവൻ എങ്ങോട്ട് പോവാനാ ഇച്ചേച്ചി? ഇച്ചേച്ചി വിട്ട് അവൻ എങ്ങോട്ടും പോയില്ല. സാറയുടെ ഇളയ ആങ്ങള സിബി സാറയെ സമാധാനിപ്പിച്ചു. അതേടി മോളെ, നിനക്കൊന്നും പറ്റില്ല, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. സാറയുടെ മൂത്ത ആങ്ങള ആൻ്റണിയും പറഞ്ഞു. ഇവരൊക്കെ കാര്യമറിയാതെയാണ് ഓരോന്ന് പറയുന്നത്. ഇതിനിടയിൽ കൂടി ഞാൻ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നത്? അത് ശരിയല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ഷോൺ അവിടെ തന്നെ തങ്ങി. ഡാനിയലിനും സാറയുടെ പെരുമാറ്റത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടെല്ലാം നെഗറ്റീവായിരുന്നു. സാറയ്ക്ക് ഒരു അസുഖവും ഇല്ലെന്ന് വിധി എഴുതി. അപ്പോഴും സാറയുടെ ആക്ടിങ്ങിന് ഒരു കുറവില്ലായിരുന്നു. ശാസ്ത്രം തോറ്റു, സാറ ജയിച്ചു എന്ന പോലെയായിരുന്നു സാറയുടെ വാദം. ഒടുവിൽ സാറയുടെ കലാപരിപാടിയൊക്കെയും കഴിഞ്ഞപ്പോൾ സമയം 9 കഴിഞ്ഞു. നിദ്ര വീട്ടിൽ തന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. ട്രിപ്പ് മുടങ്ങിയതിൽ അവൾക്ക് വിഷമമുണ്ടാവും എന്നൊക്കെയായിരുന്നു ഷോണിൻ്റെ മനസ്സിൽ. അവളാണെങ്കിൽ ട്രിപ്പ് മുടങ്ങിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയായിരുന്നു. ഷോൺ തൻ്റെ ഫോൺ എടുത്തു നോക്കി. നിദ്രയുടെ 5 മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അവളോട് കാര്യം പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്ന് കരുതി അവൻ തിരിച്ചു വിളിച്ചില്ല. അതിനിടയിൽ തൻ്റെ സുഹൃത്തായ ഡോക്ടർ മഹിയെ കാണുകയും കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. ഷോൺ തിരികെ വീട്ടിലെത്തുമ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെൽ അമർത്തിയതും റബേക്കയായിരുന്നു ഡോർ തുറന്നത്. ചേച്ചി ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലടാ, ഞാൻ നിന്നെയും കാത്തിരിക്കുമായിരുന്നു. നിദ്ര ഉറങ്ങിയെന്ന് തോന്നുന്നു. എടാ, മമ്മിക്കിപ്പോൾ എങ്ങനെയുണ്ട്? പപ്പ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞിരുന്നു. കുഴപ്പമില്ല. ഹണിമൂൺ മുടങ്ങിയല്ലേ? റബേക്കയുടെ ചോദ്യത്തിന് മറുപടിയായി ഷോൺ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവൻ മുന്നോട്ട് നടന്നു. ഷോൺ, നിനക്ക് കഴിക്കാൻ വേണ്ടേ? വേണ്ട ചേച്ചി, വിശപ്പില്ല. എടാ, നാളെ രാവിലെ ഞാനും ആൽബിച്ചായനും പോവും കേട്ടോ. ഞാനിവിടെ നിന്നാൽ ഇച്ചായൻ്റെ കാര്യങ്ങളൊക്കെയും അവതാളത്തിലാവും. രാവിലെ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കില്ല. പോകും വഴി ഞങ്ങൾ മമ്മിയെ കണ്ടോളാം. റബേക്ക പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നത് കേട്ട് ഷോൺ ഒന്ന് അമർത്തി മൂളി
മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽക്കലെത്തി ഡോറിൻ്റെ ലോക്ക് പിടിച്ചു താഴ്ത്തി. അകത്തു നിന്നും പൂട്ടിയിട്ടില്ലായിരുന്നു. മുറിക്കുള്ളിലെ നേരിയ വെളിച്ചത്തിൽ ഷോൺ മുന്നോട്ട് നടന്നു. അവൻ്റെ കണ്ണുകൾ ബെഡിലേക്ക് നീണ്ടു. നിദ്ര നല്ല ഉറക്കത്തിലായിരുന്നു. ചിതറിയ മുടിയിഴകൾ തലയണയിൽ പരന്നു കിടക്കുന്നു. ക്ഷീണം കലർന്ന സമാധാനമായിരുന്നു അവളുടെ മുഖത്ത്. ഒരു കൈ കവിളിനടിയിൽ ഒതുക്കി മറ്റേ കൈ പുതപ്പിന് മുകളിൽ അനായാസം കിടക്കുന്നു. കുറച്ചു നേരം അവളെ നോക്കി നിൽക്കുകയായിരുന്നു ഷോൺ. ഇത്രയും നേരത്തെ അസ്വസ്ഥതയ്ക്കും ടെൻഷനും ഒടുവിൽ ഈ നിമിഷം മാത്രം എന്തോ ഒരു ശാന്തിയും സമാധാനവും അവനിലേക്ക് ഒഴുകിയെത്തി. ശബ്ദമുണ്ടാക്കാതെ പതിയെ മുന്നോട്ട് നടന്ന് അവൻ ബെഡിൻ്റെ അരികിലിരുന്നു. ഉറക്കം മുറിയാതിരിക്കാൻ സൂക്ഷിച്ച് അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി. അവളുടെ മുറിഞ്ഞ വിരൽ അവൻ എടുത്തു നോക്കി. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് എത്രയും പെട്ടെന്ന് ഉറങ്ങിയോ? നേർത്ത പുഞ്ചിരിയോടെ അവൻ സ്വയം മുറുമുറുത്തു. അവളെ ഉണർത്താതെ നെറുകയിൽ ചുംബിച്ചു. അവൻ ഡ്രസ്സ് മാറി ഫ്രഷായി അവളുടെ അരികിൽ വന്ന് കിടന്നു. രാവിലെ ഡോറിൽ തട്ടുന്നത് കേട്ടിട്ടാണ് നിദ്ര ഉണരുന്നത്. ഷോൺ നല്ല ഉറക്കത്തിലായിരുന്നു. തൻ്റെ വയറിലൂടെ ചുറ്റിക്കിടക്കുന്ന അവൻ്റെ കൈ എടുത്ത് മാറ്റി മുടിയൊക്കെ വാരിക്കെട്ടി ഡ്രസ്സും നേരെ ഇട്ട് അവനെ നന്നായി പുതപ്പിച്ചു. നിദ്ര ഡോർ തുറന്നു. റബേക്കയായിരുന്നത്. നിദ്ര എഴുന്നേറ്റോ? റബേക്ക ചെറുചിരിയോടെ ചോദിച്ചു. ആ ചേച്ചി, ഇപ്പോഴാണ്. നിദ്ര തൻ്റെ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. റബേക്ക ഒരു നിമിഷം അകത്തേക്ക് നോക്കി. ഷോൺ ഉറക്കാണോ? അവൾ ചോദിച്ചു. നിദ്ര തിരിഞ്ഞു നോക്കി. ബെഡിൽ ഷോൺ കുഞ്ഞിനെ പോലെ നല്ല ഉറക്കത്തിലായിരുന്നു. രാത്രിയിലെ ക്ഷീണവും ടെൻഷനും ഒക്കെ മുഖത്ത് ഇപ്പോഴും തെളിഞ്ഞു നിന്നു. ആ, ഉറക്കാണ്, അവൾ പതുക്കെ പറഞ്ഞു. പാവം, ഇന്നലെ ഒരുപാട് ടെൻഷനായിരുന്നല്ലോ. നീ അവനെ കുറച്ചു നേരം ഉറങ്ങാൻ വിട്, റബേക്ക സ്നേഹത്തോടെ പറഞ്ഞു. ഞാനേ പോവാണ്, നിന്നെ വിളിക്കാനായിരുന്നു വന്നത്. ഞാനും ആൽബിച്ചാനുദേ ഇറങ്ങി. നീ ആ ഡോറൊന്ന് അടച്ചു കുറ്റിയിട്ടേക്ക്. ഇത്ര പെട്ടെന്ന് പോകണോ ചേച്ചി? നിദ്രയുടെ ശബ്ദത്തിൽ ചെറു നിരാശ കലർന്നു. പോവാതെ പറ്റില്ലടി, അവിടെയും കാര്യങ്ങളുണ്ടല്ലോ. റബേക്ക ചിരിച്ചു. പക്ഷേ എന്തെങ്കിലും വേണമെങ്കിലേ ഒരു കോൾ മതി കേട്ടോ. നിദ്ര തലയാട്ടി. ശരി ചേച്ചി. എന്നാ പിന്നെ നീ താഴേക്ക് വന്നേ, ആ ഡോർ അടച്ചേക്ക്. റബേക്ക അത് പറഞ്ഞതും നിദ്ര റബേക്കയ്ക്ക് പിന്നാലെ താഴേക്ക് ചെന്നു. ആൽബിയും ടിയയും നേരത്തെ വണ്ടിയിൽ കയറിയിരുന്നു. നിദ്രയെ കണ്ടതും ആൽബി കൈ വീശി കാണിച്ചു. റബേക്കയും അവളോട് യാത്ര പറഞ്ഞു വണ്ടിയിൽ കയറി. അവർ പോയതും നിദ്ര ഡോറടച്ചു മുറിയിലേക്ക് നടന്നു. അപ്പോഴും ഷോൺ ഉറങ്ങുകയായിരുന്നു. അവനെ ഉണർത്താതെ കുളിച്ചു ഫ്രഷായി സ്കേർട്ടും ടോപ്പും ധരിച്ച് താഴേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ തലേ ദിവസം സാറ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത്. ഇന്നും പതിവ് തെറ്റിയല്ലോ സാറാമ്മേ എന്ന് മനസ്സിൽ പറഞ്ഞു. പ്രാർത്ഥിച്ച് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് കോഫി ഉണ്ടാക്കി. അവൾക്കുള്ളത് മാത്രമാണ് അവൾ ഉണ്ടാക്കിയത്. ഷോൺ എഴുന്നേറ്റ് വന്ന ശേഷം അവനുണ്ടാക്കിയാൽ മതിയല്ലോ എന്നവൾ കരുതി. കോഫി കുടി കഴിഞ്ഞു. രാത്രിയിലെ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ചൂടാക്കി. ദോശമാവുണ്ടായത് എടുത്ത് 2 പേർക്കുള്ള ദോശ ഉണ്ടാക്കി തുടങ്ങി. ആ നേരം ഷോൺ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് വന്നു. ഷോൺ നോക്കുമ്പോൾ അടുക്കളയിൽ നിദ്ര നല്ല ജോലിയിലായിരുന്നു. അവളുടെ പിന്നിൽ വന്ന് നിന്ന് അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അവളുടെ തോളിൽ താടി ഊന്നി. നിദ്ര ഒരു നിമിഷം ഞെട്ടിയെങ്കിലും പിന്നിൽ നിന്നവൻ്റെ സ്പർശം തിരിച്ചറിഞ്ഞതും അവളുടെ അതരങ്ങളിൽ അറിയാതെ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ തോളിൽ താടിയൂന്നി നിൽക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ വയറിന് ചുറ്റും അല്പം കൂടി മുറുകി. ഗുഡ് മോർണിംഗ്, അവൻ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. വിട്ടെ, ദോശ കരിയും, നിദ്ര ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചട്ടുകം കൊണ്ട് ദോശ മറിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ പിടിയിൽ നിന്ന് അധികം ഇളക്കാനായില്ല. കരിഞ്ഞ വീണ്ടും ഉണ്ടാക്കാം, അവൻ നിസ്സാരമായി പറഞ്ഞു. എനിക്ക് കുറച്ചു നേരം ഇങ്ങനെ നിന്നാൽ മതി, അവൻ പറഞ്ഞു. ആഹാ, രാവിലെ എഴുന്നേറ്റ ഉടനെ റൊമാൻസ് ആണോ? അവൾ കളിയാക്കി. ഭാര്യ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭർത്താവിന് റൊമാൻറ്റിക് ആവാതിരിക്കാനാവുമോ? അവൻ അവളുടെ കഴുത്തരികിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. നിദ്രയുടെ കവിളുകൾ ചെറുതായി ചുവന്നു. ചേച്ചി പോയോ? പോയി. ഇച്ചായൻ നല്ല ഉറക്കായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ആഹാ, അടിപൊളി. ഇവിടിപ്പോൾ ഞാനും നീയും മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാം അല്ലേ? കോഫി വേണോ? അവൾ ചോദിച്ചു. കോഫി വേണ്ട, ചായ മതി. ചായ അതൊരു വികാരമാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഭാര്യയെ നോക്കിക്കൊണ്ട് നല്ല ചൂട് ചായ കുടിക്കുക, ആഹാ, അത് മറ്റൊരു വികാരവും. നിദ്ര ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ഡോക്ടറുടെ ഓരോരോ വികാരങ്ങളെ അവൾ ദോശ ചുടുന്നതിനിടയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. ഷോൺ അവളുടെ തോളിൽ താടി ചായ്ച്ചു.
സത്യമാണ് നിദ്ര. വീട്ടിൽ ഭാര്യ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവളെ നോക്കി ഒരു കപ്പ് ചൂട് ചായ കുടിക്കുന്നതേ അതൊരു സമാധാനമാണ്. ഓഹോ, അങ്ങനെയാണോ? ചായയോടാണോ എത്ര സ്നേഹം? അതോ? നിദ്ര വാക്ക് പാതിയിൽ നിർത്തി ചെറുതായി ചിരിച്ചു. ചായ ഒരു കാരണമാ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആസ്വദിക്കുന്നത് ചില കാഴ്ചകളൊക്കെയാണ്. എന്ത് കാഴ്ചകൾ? സാരി ആയിരുന്നെങ്കിൽ കാഴ്ചകളുടെ ഭംഗി ഒന്നുകൂടെ കളറായേനെ. അവൾ ഒന്നുകൂടെ ഇറുകെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് നിദ്രയുടെ കവളുകൾ വീണ്ടും ചുവന്നു. ചായ തരാം, പക്ഷേ ജോലി തടസ്സപ്പെടുത്തരുത്, അവൾ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും പറ്റില്ല, അവൻ മന്ദഹസിച്ചു. ഭാര്യ അടുക്കളയിൽ നിൽക്കുമ്പോൾ ചെറുതായി ശല്യം ചെയ്യുന്നത് ഭർത്താവിൻ്റെ അവകാശമാണ്. അതും പറഞ്ഞ് അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കൈ അവളുടെ ടോപ്പിനുള്ളിലേക്ക് പതിയെ ഇഴഞ്ഞു നീങ്ങി. അവളുടെ വയറിനെ മൃദുവായി തഴുകിക്കൊണ്ട് പൊക്കിൾ ചുഴിയുടെ ആഴമളന്നു. അവൻ്റെ കൈ കിടന്ന് അവളൊന്ന് പിടഞ്ഞു. അവൻ തൻ്റെ കൈ മേൽപോട്ട് ചലിപ്പിച്ചു. ആ അപ്രതീക്ഷിത സ്പർശത്തിൽ നിദ്രയുടെ ശ്വാസം ചെറുതായി ഒന്ന് വിറച്ചു. അവളുടെ ഇരുമാറിടവും അവൻ പതിയെ ഒന്ന് തഴുകി. പതിയെ അവിടം ഞെരിച്ചുകൊണ്ട് അതിലെ മൃദുലതയെ അവൻ ആഴത്തിൽ തൊട്ടറിഞ്ഞു. അവൻ്റെ വിരലുകൾ സമ്മാനിച്ച ആ വശ്യമായ സ്പർശനം അവളിൽ ഒരു പുതിയ ഉണർവാണ് ഉണ്ടാക്കിയത്. അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അവനിലെ കുറുമ്പ് കൂടി വന്നു. ഇന്നർ വെയറിനുള്ളിലേക്ക് അവൻ്റെ വിരൽ ചലിച്ചു തുടങ്ങി. അവൻ്റെ ഓരോ ചലനത്തിലും ഒളിഞ്ഞിരിക്കുന്ന പ്രണയവും തീവ്രതയും അവൾക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ കഴിഞ്ഞു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തളർന്നു തുടങ്ങി. അവൾ അവൻ്റെ ആ കയ്യിൽ പിടുത്തമിട്ടു. ഒരു നിമിഷം അവൻ്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് ചമ്മൽ തോന്നി. ഞാൻ ചായ ഇടാം, അവൾ ശ്വാസമൊന്ന് അടക്കിക്കൊണ്ട് മൃദുവായി പറഞ്ഞു. അവനിൽ നിന്നും അകന്നു മാറാനൊരുങ്ങി. അന്നേരം അവനവളുടെ കൈ പിടിച്ചു വലിച്ചു. ടോപ്പിനുള്ളിലേക്ക് കൈയിട്ടതും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകി. ഇന്നർ ശരിയാക്കി വെച്ച് ഹുക്കിട്ട് കൊടുത്തതും നിദ്രയുടെ ശ്വാസം ഒന്ന് പിടഞ്ഞു. അവനിൽ നിന്നും അകന്നു മാറി അവൾ ചായ ഇടാൻ തുടങ്ങി. നാണവും ചമ്മലും കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയില്ല. വീട്ടിൽ നിന്നും അമ്മ വിളിച്ചിരുന്നു. എപ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിച്ചു. തിരിഞ്ഞു നോക്കാതെയായിരുന്നു അവളുടെ ചോദ്യം. എന്നാൽ ശബ്ദത്തിൽ ഒളിഞ്ഞിരുന്ന ആ ചെറിയ ആകാംക്ഷ അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാ പിന്നെ ഇന്ന് തന്നെ പോയേക്കാം. എന്തേ? ഷോണിൻ്റെ മറുപടി കേട്ടതും അവൾ വിശ്വാസം വരാത്ത പോലെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകളിൽ തെളിഞ്ഞ സന്തോഷം ഒളിപ്പിക്കാനാവാതെ അവൾ ചോദിച്ചു, സത്യമാണോ? അവൻ ചെറുപുഞ്ചിരിയോടെ മൂളി. എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സന്തോഷമാണെങ്കിൽ പോവാതെ പറ്റുമോ? അവൻ്റെ വാക്കുകൾ തീരുന്നതിന് മുൻപേ അവൾ അടുത്തേക്ക് വന്ന് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. താങ്ക് യു. അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ചിരിച്ചു. ഷോൺ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ അവളുടെ കൈ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു. ഇത്ര വലിയ സന്തോഷത്തിനെ ഇത്ര ചെറിയ ഗിഫ്റ്റാണോ? അവൻ കളിയോടെ ചോദിച്ചു. വേറെ എന്താ വേണ്ടേ? അവൾ അവനിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും ഷോൺ അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ വിരലുകൾ പതിയെ അവളുടെ മുടിയിഴകളിലൂടെ സഞ്ചരിച്ചു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയ നിമിഷം ഷോൺ അവളുടെ അതരങ്ങളിൽ മൃദുവായി തഴുകി. അടുത്ത നിമിഷം അവൻ അവളുടെ അതരങ്ങളെ അവൻ്റേതുമായി ബന്ധിപ്പിച്ചു. ഒരു നിമിഷം സമയം പോലും നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. അവളുടെ അതരങ്ങൾ അവന് മൃദുവായി നുണഞ്ഞു തുടങ്ങി. അവൻ്റെ ചുംബനത്തിൽ നിറഞ്ഞിരുന്ന സ്നേഹവും കരുതലും അവളുടെ ഹൃദയം നിറച്ചു. അവൾ കണ്ണുകൾ പൂട്ടി അവൻ്റെ ഷർട്ടിൽ വിരലുകൾ മുറുക്കി പിടിച്ചു. ഇതാണ് എനിക്ക് വേണമായിരുന്ന ആ ഗിഫ്റ്റ്. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവൾ ലജ്ജയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഇരുവരും പെട്ടെന്ന് റെഡിയായി. ആദ്യം അവർ പള്ളിയിലേക്കാണ് ചെന്നത്. പിന്നീട് ഉച്ചക്കത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചു. ഷോപ്പിങ്ങിനിറങ്ങി. നിദ്രയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങി. ബേക്കറി സാധനങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് കരുതി. അത് കഴിഞ്ഞ് തിരികെ ഷോണിൻ്റെ വീട്ടിലേക്ക് തന്നെ ചെന്നു. വണ്ടി മുറ്റത്ത് നിർത്തി. അപ്പോഴാണ് ഡാനിയലിൻ്റെ വണ്ടി പോർച്ചിൽ കിടക്കുന്നത് കാണുന്നത്. അതെ, പപ്പയും അമ്മയും വന്നെന്ന് തോന്നുന്നു. നിന്റെ കവറൊഴികെ ബാക്കിയുള്ളതൊന്നും വണ്ടിയിൽ നിന്ന് എടുക്കണ്ട എന്നും പറഞ്ഞ് ഷോൺ നിദ്രയുമായി വണ്ടിയിൽ നിന്നിറങ്ങി. അകത്തേക്ക് ചെന്നപ്പോൾ ഡാനിയൽ ലിവിംഗ് റൂമിലെ സെറ്റിയിലിരുന്ന് ടി വിയിൽ ന്യൂസ് കാണുന്നുണ്ട്. ഷോണിനെയും നിദ്രയെ നോക്കി അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. പപ്പ ഇപ്പോൾ വന്നു, മമ്മി എവിടെ? ഷോൺ ചോദിച്ചു. അകത്തുണ്ട്. മമ്മി മാത്രമല്ല, വല്യമ്മച്ചും കൂടിയുണ്ട്. വയ്യാത്ത വല്യമ്മച്ചി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഷോൺ അത് ചോദിക്കുന്ന നേരാണ് സാർ അങ്ങോട്ട് വരുന്നത്.
അതെന്ത് ചോദ്യാ ഷോൺ? എൻ്റെ അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താ എനിക്ക് നിന്റെ അനുവാദം വേണോ? അതല്ല മമ്മി, വയ്യാത്ത മമ്മി എങ്ങനെയാ വല്യമ്മച്ചിയും കൂടി നോക്കുന്നത്? വല്യമ്മച്ചിക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ, ഏത് നേരം ഒരാൾ കൂടെ വേണം. ഇവിടെ ഇപ്പം നിദ്ര കൂടി ഉണ്ടല്ലോ, പിന്നെന്താ? സാറ നിസ്സാര മട്ടിൽ പറഞ്ഞു. അത് ശരി, ഇവളെ കണ്ടുകൊണ്ടാണോ മമ്മി വയ്യാത്ത വല്യമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നാ മമ്മി ആഗ്രഹം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഞാൻ ഇവളെ കെട്ടിക്കൊണ്ടു വന്നതേ എൻ്റെ കൂടെ ജീവിക്കാനാണ്, അല്ലാതെ. ഷോൺ പകുതിക്ക് വെച്ച് നിർത്തി. സാറയുടെ മുഖം ഇരുണ്ടു. അന്നേരം നിദ്ര വേണ്ട എന്ന പോലെ ഷോണിൻ്റെ കയ്യിൽ പിടിച്ചു. നിദ്ര, നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോവാനുള്ളതാ. എങ്ങോട്ട് പോകുന്ന കാര്യം ഷോൺ നീ പറയുന്നേ? സാറ ചോദിച്ചു. ഞങ്ങൾ നിദ്രയുടെ വീട്ടിലേക്ക് പോവാണ്, നാളെ വരുള്ളൂ. അതെങ്ങനെ ശരിയാവും? ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഇന്നിപ്പോൾ അമ്മച്ചിയും കൂടിയുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. പക്ഷേ ഇവിടെ വേറെയും ജോലികളില്ലേ, എല്ലാം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അത് കേട്ട് ഷോണിന് ചൊറിഞ്ഞു വന്നു. വല്യമ്മച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. വല്യമ്മച്ചിക്ക് 5 ആൺമക്കളുണ്ട്, അതുപോലെ വേറെ 2 പെൺമക്കളും. മമ്മിക്ക് വയ്യാത്ത സമയത്തെ വല്യമ്മച്ചിയെ അവിടെ എവിടെയെങ്കിലും നിർത്തായിരുന്നില്ലേ? ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വല്ലതുണ്ടായിരുന്നു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നിദ്ര, അവളെ ഈ വീട്ടിലെ വേലക്കാരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് സമ്മതിക്കുകയില്ല. നാളെ മുതൽ അവൾ കോളേജിൽ പോയി തുടങ്ങും. പിന്നെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നിദ്രയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പോയി. അതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല. അതങ്ങ് മാറ്റി പറഞ്ഞാൽ പോരെ. പിന്നെ ബികോം പഠിച്ചിട്ട് ഇവളിപ്പോൾ കളക്ടറാവാൻ പോവല്ലേ? സാറ പിറുപിറുത്തുകൊണ്ട് നിദ്രയെ തുറച്ചു നോക്കി. അത് കേട്ട് ഷോണിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. നിദ്ര, നീ വാ, വന്ന് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഇറങ്ങാം. അതും പറഞ്ഞ് ഷോൺ പടി കയറി മുകളിലോട്ട് പോയി. ഡാനിയലാണെങ്കിൽ ഇതൊന്നും എനിക്ക് കാണാൻ വയ്യേ എന്നും പറഞ്ഞ് തൻ്റെ മുറിയിലേക്കും. സാറയുടെ ഭാവം കണ്ട് നിദ്രയും ഒന്നും മിണ്ടാതെ സ്റ്റെയറിനരികിലേക്ക് നടന്നു. കൊച്ചൊന്ന് നിന്നേ. അന്നേരം സാറയുടെ സ്വരം ശാന്തമായിരുന്നു. നിദ്ര തിരിഞ്ഞു നോക്കി. ഷോൺ മുൻപൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, എന്നോട് ഒരക്ഷരം എതിർത്ത് പറയില്ലായിരുന്നു. ഷോൺ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലേ അതിന് പിന്നിൽ കൊച്ചാണെന്നേ പലരും പറയുള്ളൂ. പക്ഷേ ഞാൻ കൊച്ചിനെ പറയില്ല, എനിക്കറിയാം കൊച്ച് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഇവിടിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഉച്ചയ്ക്കാണെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലേ? നിങ്ങൾ പുറത്തു നിന്ന് കഴിച്ചതാ? ഷോപ്പിങ്ങിനും പോയി കാണുമല്ലേ? നിദ്രയുടെ കയ്യിലെ കവർ നോക്കിക്കൊണ്ട് സാറ പറഞ്ഞു. അതെ, അവന് ക്യാഷ് മുന്നും പിന്നും നോക്കാതെ ചിലവാക്കി കളയും. നിദ്ര വേണം അവനെ തടയാൻ. നിനക്ക് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ അവൻ നേരത്തെ എടുത്തായിരുന്നല്ലോ, ഇനിയും വാങ്ങി കൂട്ടണോ? പിന്നെ വീട്ടിലോട്ട് നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് പോവാം. വീട് എവിടെയും പോവില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടല്ലോ. അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാനീ പറയുന്നതൊന്നും കൊച്ചിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, കൊച്ചിൻ്റെ നല്ലതിന് വേണ്ടിയാ. ഒരു വീടാകുമ്പോൾ ഒരാളുടെ സന്തോഷം കൂടി നോക്കിയാൽ പോരല്ലോ, ബാക്കിയുള്ളവരുടെ വിഷമങ്ങൾ കൂടി കാണണം. ഞാൻ പറഞ്ഞത് കൊച്ചിന് മനസ്സിലായെന്ന് തോന്നുന്നു. ചെന്ന് പറ ഇന്ന് വീട്ടിലോട്ട് പോകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞതാണെന്ന് പറയല്ലേ. എന്നിട്ട് കൊച്ച് പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടോ. വല്യമ്മച്ചി ഒന്ന് കുളിപ്പിക്കണം. അമ്മച്ചിക്ക് ഹീറ്റർ വെള്ളം നടക്കില്ല, വിറകടുപ്പിൽ തന്നെ വെക്കണം. ഞാൻ ചൂടാക്കിയേനെ, എനിക്ക് നല്ല മേല് വേദന. സാറ പറഞ്ഞതൊക്കെ കേട്ട് ഷോക്കിലായിരുന്നു നിദ്ര. ഇത് ഷോണിൻ്റെ മമ്മി തന്നെയാണോ? അവൾ ഓർത്തു. വെള്ളം ഞാൻ ചൂടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിദ്ര പടികൾ കയറുമ്പോൾ സാറ ഒരുതരം ചിരിയോടെ അവളുടെ പോക്ക് നോക്കി നിന്നു. മുറിയിലെത്തിയ നിദ്രയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. സാറ പറഞ്ഞതൊക്കെ അവൾ പിന്നെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്നുണ്ട്, അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി. അവൾ മാധവിയെ വിളിച്ചു, ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. തങ്ങൾ വരുന്നില്ലെന്ന് കേട്ടപ്പോൾ മാധവിയുടെ സ്വരവ്യത്യാസം ശ്രദ്ധിച്ച നിദ്രയ്ക്ക് വല്ലായ്മ തോന്നി. കോൾ കട്ട് ചെയ്ത് അവൾ കുറച്ചു നേരം ആലോചനയിലാണ്ടു. അപ്പോഴേക്കും ഷോൺ കുളി കഴിഞ്ഞു വന്നു. ബെഡിലിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന നിദ്രയുടെ അരികിലേക്ക് ഷോൺ നടന്നു. അവളുടെ അരികിലേക്ക് മുഖം താഴ്ത്തി തൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞതും അവൾ ചിന്തയിൽ നിന്നുണർന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ ഇച്ചായ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? നിദ്രയുടെ ചോദ്യം കേട്ട് ഷോണിൻ്റെ മുഖം ചുളുങ്ങി. എന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? അത് പിന്നെ മമ്മി പറയുന്നതിൽ കാര്യമില്ലേ. വല്യമ്മച്ചി മമ്മിയുടെ അമ്മച്ചിയല്ലേ, അവരെ നോക്കേണ്ടത് മമ്മിയുടെ കടമയാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഈ ചായൻ ചോദ്യം ചെയ്തത് ശരിയായില്ല. ഓ, നീ അപ്പം മമ്മിക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതാ? ഇനി മമ്മി വല്യമ്മച്ചിയോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതൊന്നുമല്ല. പിന്നെ? അവൾ ചോദിച്ചു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ പെട്ടെന്ന് റെഡിയാവും, നമുക്കിപ്പം തന്നെ പോവാം. അത് പിന്നെ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞു ഇന്ന് വരുന്നില്ലെന്ന്. നിദ്ര പറഞ്ഞത് കേട്ട് ഷോണിൻ്റെ മുഖം ഇരുണ്ടു. നീ ആരോട് ചോദിച്ചിട്ടാ അങ്ങനെ ചെയ്തേ?
ഇനി ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല. ഷോണിന് ദേഷ്യം അടക്കാനായില്ല. ഇച്ചായ അങ്ങനെ പറയല്ലേ. മമ്മി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ. അവൾ അവൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. നീയേ മമ്മിയും കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നു. നിനക്ക് എൻ്റെ മമ്മിയെ അറിയാനിട്ടാ. അതും പറഞ്ഞു അവളുടെ കൈ എടുത്ത് മാറ്റി വാർഡ്രോബിനരികിലേക്ക് നടന്നു. അവൻ വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുക്കാൻ നേരം നിദ്ര അവൻ്റെ പിന്നിലൂടെ വന്ന് ഇറകെ പുണർന്നു. ഷോൺ പെട്ടെന്നൊന്ന് നിശ്ചലമായി. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിന് മുകളിൽ മുറുകെ ചേർന്നപ്പോൾ അവൻ്റെ മുഖത്തെ ദേഷ്യത്തിൻ്റെ കാഠിന്യം ഒന്ന് മങ്ങിയിരുന്നു. ഇച്ചായ, ഞാൻ തെറ്റായി ഒന്നും വിചാരിച്ചല്ല പറഞ്ഞ്. നിദ്രയുടെ ശബ്ദം വളരെ മൃദുവായിരുന്നു. മമ്മി ഒറ്റയ്ക്കാണെന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമായി. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വരുന്നില്ലെന്ന് പറഞ്ഞ്. ഷോൺ ഒന്നും മറുപടി പറഞ്ഞില്ല. വാർഡ്രോബിൻ്റെ വാതിലിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ മാത്രം ചെറുതായി മുറുകി. അവൻ മറുപടിയൊന്നും പറയാതെ അവളിൽ നിന്നും അകന്നു മാറി ടീഷർട്ട് ധരിച്ചു. മോളെ നിദ്രേ, നിദ്രേ. താഴെ നിന്നും സാറ സ്നേഹത്തോടെ നീട്ടി വിളിച്ചു. ചെന്ന് പട്ടിയെപ്പോലെ പണിയെടുക്ക്. ഈ വല്യമ്മച്ചയെ മറ്റൊരു ആറ്റം ബോംബാണ്. നീ കൊണ്ടേ പഠിക്കൂ എന്നും പറഞ്ഞ് ഷോൺ അവളെ ദേഷ്യത്തോടെ നോക്കി. ഇച്ചായ, ഞാൻ നിദ്രയെന്തോ പറയാൻ ശ്രമിച്ചു. പ്ലീസ് ഒന്ന് പോയി തരുമോ? എനിക്ക് ഈ ടവൽ മാറി പാൻ്റ് ഇടണം. അവനത് പറഞ്ഞതും അവൾ ഒന്നും പറയാതെ താഴേക്ക് നടന്നു. നിദ്ര പോയതും അവളോട് ദേഷ്യത്തോട് സംസാരിച്ചതിൽ അവന് കുറ്റബോധം തോന്നി. അവൻ പാൻ്റ് ധരിച്ചു ബാൽക്കണിയിൽ വന്ന് നിന്നു. എങ്ങോട്ടോ മിഴികൾ നട്ടുകൊണ്ട് അവൻ കുറച്ചു നേരം റെയിലിങ്ങിനോട് ചേർന്ന് നിന്നു. താഴെ നിന്ന് ആരോ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഷോണിൻ്റെ കണ്ണുകൾ മുറ്റത്ത് അടുപ്പ് കൂട്ടി വെള്ളം ചൂടാക്കുന്ന നിദ്രയിലേക്ക് നീളുന്നത്. തീ ചെറുതായി പുകയുന്നുണ്ട്. നിദ്ര ഊതി ഊതി തീ കത്തിക്കുന്നുണ്ട്. അതിനിടയിൽ ചുമക്കുകയും കണ്ണ് തിരുമ്മുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി ആയതും അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. വണ്ടിയുടെ കീ എടുത്ത് അവൻ താഴേക്ക് നടന്നു. ഷോണിൻ്റെ വണ്ടി ഗേറ്റ് കടക്കുന്നത് നിദ്ര കണ്ടിരുന്നു. തന്നോട് ദേഷ്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും പറയാതെ പോയത് അവൾ ഓർത്തു. പുകയുടെ എരിച്ചിലിൽ അവളുടെ കണ്ണുനീർ കൂടി കലർന്നു. സാറ സ്നേഹം നടിച്ചു നിദ്രയെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിക്കാൻ നോക്കി. പക്ഷെ ഓരോ അടവ് പറഞ്ഞ് നിദ്ര നൈസായിട്ട് ഒഴിഞ്ഞു മാറി. ഇല്ലെങ്കിൽ ഷോൺ പറഞ്ഞതുപോലെ താൻ ഈ വീട്ടിലെ ജോലിക്കാരിയാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ റൂട്ട് മാറ്റി പിടിച്ചു. ആറ്റം ബോംബിനെ നിർവീര്യമാക്കാൻ ഈ നിദ്രക്കറിയാം എന്നും പറഞ്ഞു നേരെ വല്യമ്മച്ചിയുടെ റൂമിൽ ചെന്ന് അവരുടെ കാല് തിരുമ്മിക്കൊടുത്തു. കഥകളൊക്കെയും പറഞ്ഞും ചളിയടിച്ചും നിദ്ര വല്യമ്മയെ കയ്യിലെടുത്തു. നിദ്രയുടെ സംസാരം വല്യമ്മച്ചിക്ക് വലിയ ഇഷ്ടമായി. ഓരോന്ന് പറഞ്ഞുകൊണ്ട് സാറ നിദ്രയെ വിളിക്കാനായി അങ്ങോട്ട് ചെന്നപ്പോൾ വല്യമ്മച്ചി റീത്ത സാറയെ ഓടിച്ചു വിടും. സാറയ്ക്കാണെങ്കിൽ ഇത് കണ്ട് ദേഷ്യം വന്നു. അതിനിടയിൽ നിദ്ര ഫോണിൽ ലുഡോ ഗെയിം കൂടി റീത്തയെ പഠിപ്പിച്ചു. ഗെയിം ഇഷ്ടപ്പെട്ടതും വല്യമ്മച്ചി അവളെ പിടിച്ചിരുത്തി ഗെയിം കളി തുടങ്ങി. സംഭവം കൊളുത്തിയെന്ന് മനസ്സിൽ പറഞ്ഞ് നിദ്രയും കളി ആസ്വദിച്ചു. സാറാ, എനിക്ക് കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുവാ. സാറാ, എൻ്റെ മുറുക്കാൻ പറ്റി എന്തിയടി? സാറാ, എൻ്റെ മരുന്ന് എവിടെ? സാറാ, നീ ആൻ്റണി ഒന്ന് വിളിച്ചു തന്നെ. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ വിളിച്ച് പറഞ്ഞേക്ക് ആ കോഴിക്കൂട് അടക്കാൻ. അമ്മിണി പശുവിനെ വൈക്കോലിടാൻ സിബിയോട് പറഞ്ഞേക്ക്. പാലിൻ്റെ പൈസ അരിക്കലത്തിൽ വെച്ചേക്കാൻ പറയണ കേട്ടോ. കണക്ക് തെറ്റിയാലേ എന്നെ അവർക്കറിയാലോ, ഒന്ന് പറഞ്ഞേക്ക്. എടി സാറാ, എനിക്കിത്തിരി ബൂസ്റ്റ് കലക്കിത്താ. എടി വരുമ്പോഴേ 2 കോഴിമുട്ട പുഴുങ്ങിയത് കൂടി എടുത്തോ. അല്ല 3 എടുത്തോ, ഈ കൊച്ചിന് കൂടി കൊടുക്കണം. റീത്തയുടെ 100 കൂട്ട ആവശ്യങ്ങൾ കേട്ട് സാറയ്ക്ക് ദേഷ്യം വന്നു. അവൾക്ക് പണി കൊടുക്കാൻ കൊണ്ടുവന്നിട്ടിരിപ്പോൾ എനിക്ക് പണി തരുന്നു. അമ്മച്ചിയായിപ്പോയില്ലേ, ഞാൻ ബൂസ്റ്റിന് പകരം വിം കലക്കി തന്നേനെ. കൊണ്ടുവരേണ്ടിയിരുന്നില്ല. സാറ അടുക്കളയിൽ നിന്നുകൊണ്ട് പെറുപെറുത്തു. ദാമച്ചി ബൂസ്റ്റ്. സാറ റീത്തയ്ക്കുള്ള ബൂസ്റ്റുമായി വന്നതാണ്. അന്നേരം നിദ്ര സാറയ്ക്ക് റീൽസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒടിഞ്ഞ കൈയും വെച്ച് റീൽസ് എടുക്കുന്ന റീത്തയെ സാറ ഒന്ന് നോക്കി. നിദ്ര റീത്തയുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി. അതിൽ റീത്തയുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവണം എന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതാ കൊച്ചു സാധിച്ചു തന്നത്. റീത്ത നിദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടി സാറാ, നിൻ്റെ ഫോൺ എന്തിയേ? അതിൽ നീ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കണം കേട്ടോ. സാറയെ നോക്കിക്കൊണ്ട് റീത്ത പറഞ്ഞു. കൊച്ചേ, ഇപ്പം എനിക്ക് എത്ര ലൈക്കായി? നിദ്രയെ നോക്കിക്കൊണ്ട് റീത്ത ചോദിച്ചു. 15. നിദ്ര പറഞ്ഞു. കണ്ടോടി 15 ലൈക്ക്. ഞാൻ ലൈക്ക് വാരിക്കൊട്ടു. നാളെ മുതലേ ഞാൻ സെലിബ്രിറ്റി. ഒന്ന് അവളെ വിട്ടു തരുമോ? ചപ്പാത്തിക്ക് മാവ് കുഴക്കാനാ. സാറ പല്ല് ഞരിച്ചു. മാവ് കുഴച്ചാൽ ഇപ്പം എന്താ, നിൻ്റെ കയ്യിലെ വള ഊരിപ്പോവോ? കൊച്ചിപ്പം അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് റീൽസ് എടുക്കാനുള്ളതാ എന്ന് റീത്ത പറഞ്ഞതും സാറ ചവിട്ടുതുള്ളി അടുക്കളയിലോട്ട് നടന്നു. വല്യമ്മച്ചി, ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിലേ മമ്മിക്ക് എന്നോട് ദേഷ്യം വരും എന്നും പറഞ്ഞ് നിദ്ര
അടുക്കളയിലോട്ട് നടന്നു. നിദ്ര ചെല്ലുമ്പോൾ സാറ ചപ്പാത്തി മാവ് കുഴക്കുന്നുണ്ട്. നിദ്രയോട് ഒരക്ഷരം മിണ്ടിയില്ല. നിദ്ര മിണ്ടാൻ നോക്കിയെങ്കിലും മുഖം വീർപ്പിച്ചു നിന്നു. ഇങ്ങ് തരൂ മമ്മി, ഞാൻ പരത്താം. നിദ്രയത് പറഞ്ഞതും സാറ നിഷേധിച്ചില്ല, പക്ഷെ മൗനം പാലിച്ചു. നിദ്ര തൻ്റെ മുറിഞ്ഞ കൈ കണക്കിലെടുക്കാതെ ചപ്പാത്തി പരത്തി. സാറ അത് ചുട്ടെടുത്തു. കറി സാറ നേരത്തെ ഉണ്ടാക്കിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ നേരമായിട്ടും ഷോൺ എത്തിയില്ലായിരുന്നു. അവനുള്ളത് വിളമ്പി വെച്ചിട്ട് അവരൊക്കെ കഴിച്ചു. നിദ്രയ്ക്ക് ഷോണിനെ ശരിക്കും മിസ് ചെയ്തു. അവൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി. പിന്നീട് അടുക്കള ഒരുക്കാൻ സാറയെ സഹായിച്ചു. മുറിയിലേക്ക് നടന്നു. ആ നേരത്താണ് വല്യമ്മച്ചിയുടെ വിളി വരുന്നത്. നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നും പറഞ്ഞ്. പുല്ല് പഠിപ്പിക്കണ്ടായിരുന്നു എന്നും മനസ്സിൽ പറഞ്ഞ് നിദ്ര കളിച്ചു തുടങ്ങി. കളിയിൽ നിദ്ര ജയിച്ചപ്പോൾ വല്യമ്മച്ചിക്ക് വാശി, താൻ ജയിക്കാതെ കളി നിർത്താൻ പറ്റില്ലെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ, അടുത്ത റൗണ്ട് കളിച്ചു. മനഃപൂർവ്വം തോറ്റുകൊടുത്ത് നിദ്ര സ്കൂട്ടാവാൻ നോക്കി. അപ്പോൾ ദേ വന്നു അടുത്ത ചോദ്യം. കൊച്ചെ, എനിക്കിപ്പോൾ എത്ര ലൈക്കായെന്ന് നോക്കിയേ. ഇപ്പം കിട്ടിയ 15 ലൈക്ക് തന്നെ ഒപ്പിച്ച പാടി എനിക്ക് തന്നെ അറിയൂ എന്ന് മനസ്സിൽ പറഞ്ഞു അവരെ നോക്കി ചിരിച്ചു. വല്യമ്മച്ചി ഇങ്ങനെ ഇടയ്ക്കിടെ ലൈക്ക് കൂടി വന്ന് നോക്കിയാലേ ഉള്ള ലൈക്ക് കൂടി പോവും. അതാണ് ഇൻസ്റ്റഗ്രാം പോളിസി എന്നും പറഞ്ഞ് മൂപ്പത്തി ഒരുവിധം പറഞ്ഞു പറ്റിച്ച് നിദ്ര മുറിയിലേക്ക് നടന്നു. സമയം 10:30 അടുക്കുന്നു. മുറിയിലെത്തിയതും അവൾക്ക് ഷോണിനെ വല്ലാണ്ട് മിസ് ചെയ്തു തുടങ്ങി. ഈ ദിവസങ്ങളിൽ അത്രയും അവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വൈകുന്നേരം പറയാതെ പോയിട്ട് ഒന്ന് വിളിച്ചതുപോലില്ല. നിദ്ര ഓർത്തു. അവൾ തൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അവളെ വിഷമിപ്പിക്കാൻ അവനും തോന്നിയില്ല. അവൻ കോൾ എടുത്തു. ഹലോ ഇച്ചായ. എന്താ? ഇച്ചായ, ഐ മിസ് യു. എന്താ വരാഞ്ഞേ? വന്നിട്ടിപ്പോൾ എന്തിനാ? വാക്കുകളിൽ പഴയ ഗൗരവം. അവൾക്ക് അവനെ മിസ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മുഖം വിടർന്നു. അത് പ്രകടിപ്പിക്കാതെ ഗൗരവത്തിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇച്ചായനെ ഇത്രയും നേരമായിട്ട് എന്നെ മിസ് ചെയ്തില്ല? ഇല്ലേ ഇല്ല. എന്നാലേ എന്നോട് മിണ്ടാ വരണ്ട, അവൾ പരിഭവിച്ചു. അതിന് ഞാനല്ലല്ലോ വിളിച്ചത്, നീയല്ലേ. അതുകൂടി ആയതും നിദ്രയുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു. അവൾ ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. അടുത്ത നിമിഷം അവൻ്റെ കോൾ തിരികെ അവളെ തേടിയെത്തി. അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. എന്തിനാ ഇപ്പോൾ വിളിച്ചേ? നിദ്രയുടെ വാക്കുകളിൽ ദേഷ്യവും പരിഭവവും കലർന്നിരുന്നു. നിന്നോട് സംസാരിക്കാൻ. എന്നോട് എന്തിനാ ഇപ്പോൾ സംസാരിക്കുന്നത്? വേണ്ട. എനിക്കെൻ്റെ കുഞ്ഞെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? എനിക്കെങ്ങനെ അറിയും? അതെ, ഞാൻ അങ്ങോട്ട് വരട്ടെ. ആദ്യ രാത്രി എങ്ങനെയോ കുളമായി. രണ്ടാമത്തെ രാത്രി നിൻ്റെ വ്രതം എന്ന് പറഞ്ഞ് അത് നിൻ്റെ അമ്മൂമ്മ കൊണ്ടുപോയി. മൂന്നാമത്തെ രാത്രി അതിൻ്റെ വല്യമ്മച്ചി കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, ഹണിമൂണും കൊളാക്കി. ഇതിപ്പോൾ 4th നൈറ്റ്, അതായത് 4ാമത്തെ രാത്രി. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെനിക്കുള്ളതാ. അവനത് പറഞ്ഞതും നിദ്രയുടെ മുഖം ചുവന്നു. നിത്തു, എനിക്ക് നിന്നെ ശരിക്കും സ്നേഹിക്കണം. സമ്മതാണോ? എങ്കിൽ ഞാൻ വരാം. ഇല്ലെങ്കിൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നോളാം. അവൻ്റെ പറച്ചൽ കേട്ട് എന്ത് പറയണം എന്നറിയാതെ അവൾ കുഴങ്ങി. അവനില്ലാതെ ആ രാത്രി ഉറക്കം വരില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ അവൾക്ക് നല്ല പേടി തോന്നി. എന്ത് പറയും അവൾ ചിന്തിച്ചു. നിതൂസ്, ഡീൽ ഓർ നോ ഡീൽ? അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ നിന്നോളാം, അവൻ പറഞ്ഞു. വേണ്ട, ഇങ്ങോട്ട് പോര്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ഡീൽ ഉറപ്പിക്കാം അല്ലേ? അവൻ്റെ സ്വരം മൃദുലവും നേർത്തതുമായി. ഇനിയിപ്പോൾ വന്നില്ലെങ്കിലോ എന്ന് കരുതി അന്നേരം അവൾ നേർവയായി മൂളി. നിതൂസ്, ഞാൻ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത ജംഗ്ഷനിലുണ്ട്. ഇവിടെ നല്ല കോക്ടെയിൽ കിട്ടും, നിനക്ക് വേണോ? കോക്ടെയിൽ എന്ന് കേട്ടപ്പോൾ അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ചാടിക്കയറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിച്ചു. അത് ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതല്ലേ, പക്ഷെ കൊള്ളൂന്ന് വിചാരിച്ചില്ല. ഡീൽ ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ചു പോവുണ്ടല്ലോ അല്ലേ? അല്ല, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? എനിക്ക് നല്ല വിശപ്പ്. എനിക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് വേണം. അവിടെ ഉണ്ട്, ഞാനത് ബോർഡ് കണ്ടായിരുന്നു. നിദ്ര പറഞ്ഞു. രാത്രിയിലെ ജങ്ക് ഫുഡ് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കില്ല. ഇതിപ്പോൾ ഇന്നത്തെ രാത്രി കളറാക്കണമല്ലോ എന്നോർത്ത് മാത്രം ഞാൻ വാങ്ങിക്കാം. അല്ല, എൻ്റെ മമ്മി നിനക്കൊന്നും കഴിക്കാൻ തന്നില്ലേ? മമ്മി തരാഞ്ഞിട്ടല്ല, ഒരാൾ എന്നോട് പിണങ്ങി പോയതുകൊണ്ടേ എനിക്ക് കഴിച്ചിട്ട് ഇറങ്ങിയില്ല. ആണോ? എന്നാ ആ ഒരാൾ ഒരു കാര്യം പറയട്ടെ. നിതൂസ് അനുസരിക്കുമോ? പറഞ്ഞു. അത് പിന്നെ ആ ട്രോളി ബാഗിൽ വെച്ച ആ റെഡ് ഡ്രസ്സില്ലേ, അതൊന്ന് എടുത്തിടോ. ഞാൻ വരുമ്പോൾ എനിക്ക് നിന്നെ അതിട്ട് കാണണം. മുറിയിൽ തന്നെ നിന്നാൽ മതി, ഡോറ് പപ്പ തുറന്നോളൂ. അവൻ്റെ ആവശ്യം കേട്ടവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നിരുന്നു.
നിദ്ര, എന്താ ഒന്നും മിണ്ടാത്തെ? അവൻ്റെ ചോദ്യം കേട്ട് മറുപടി പറയാനാവാതെ അവൾ കുഴങ്ങി. ഞാൻ വരുമ്പോൾ എൻ്റെ പെണ്ണ് ആ ഡ്രസ്സിട്ട് നിൽക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അവൻ്റെ ചോദ്യം അവളിലൊരു മിന്നൽ പിണറായി പാഞ്ഞു. ചെറുതായി മൂളി അവൾ കോൾ അവസാനിപ്പിച്ചു. കോൾ കട്ട് ചെയ്തതും നിദ്ര ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ പെട്ടെന്ന് ട്രോളി ബാഗ് തുറന്നു. അതിനുള്ളിൽ റെഡ് ഡ്രസ്സിലേക്ക് നോക്കിയ നിമിഷം അവളുടെ കവിളുകൾ വീണ്ടും ചുവന്നിരുന്നു.